ആര് പറഞ്ഞു ഇവളെ മുറി കയറ്റാൻ? നീ എന്തിനാണ് ഈ മുറി കയറിയത്? എന്തിനാണ് ഈ വീണയെ തൊട്ടത്? ഈ മുറിയിൽ മറ്റാരും കയറുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? Get out! മോനെ, ഞാൻ വിളിച്ചിട്ടാ ജ്യോതിമോള് വന്നത്. എനിക്കൊന്നും കേൾക്കണ്ട. Get out! അലരണ്ട. ഞാൻ ഇവിടെ നിന്നൊന്നും എടുത്തോണ്ട് പോവാൻ വന്നതല്ല. അമ്മ വിളിച്ചു, ഞാൻ വന്നു, അത്രേ ഉള്ളൂ. നോക്കി ദഹിപ്പിക്കണ്ട, ഞാൻ പേടിക്കില്ല. അമ്മ, ഞാൻ പോവാ. മോളെ, നിക്ക് നിക്ക്, അങ്ങനെ ഇങ്ങ് പോയാൽ എങ്ങനെയാ? പായസം കുടിക്കണ്ടേ നിനക്ക്? എന്തായാലും പായസം വെച്ചത് വെറുതെ ആയില്ല. പുലി പോലെ വന്നത് പൂച്ച പോലെ പോയി. എന്തായിരുന്നു അമ്മയുടെ ഉത്തരവ്? അവൾക്ക് വേണ്ടി നമ്മൾ പായസം ഉണ്ടാക്കണം പോലും. നമുക്കിട്ട് വെച്ച പണി ഒടുവിൽ അവൾക്ക് തന്നെ തിരിച്ചു കിട്ടി. ഇനി അവൾ ഇതിനകത്ത് വരാൻ ധൈര്യപ്പെടില്ല, അല്ലേ മായച്ചി? അങ്ങനെ പറയാൻ വരട്ടെ. അവള് വല്ലാത്തൊരു ജന്മമാ. നമ്മളെ എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും വലിഞ്ഞു കയറി വരുന്നത് കണ്ടില്ലേ? അമ്മയ്ക്ക് അവളോട് വല്ലാത്ത ഇഷ്ടമുണ്ട്. അതിന്റെ വാല് പിടിച്ച് അവൾ ഇനിയും ചിലപ്പോ തിരിച്ചു വരും. അതെനിക്കുറപ്പാ. സുപ്രിയ, എന്താ ടിക്കെ, നീ എനിക്ക് തന്ന വാക്ക് മറന്നുപോയോ? എനിക്ക് പകരം നിന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വരണം. ഞാൻ പറഞ്ഞ സമയം അവസാനിക്കാൻ ഇനി അധികം ദിവസങ്ങളില്ല. നിനക്കൊരു കൂട്ടുണ്ടാവണം. എന്റെ സ്ഥാനത്ത് ഒരു പുതിയ ഭാര്യയെ നീ സ്വീകരിക്കണം. എന്റെ ആഗ്രഹങ്ങൾ നിനക്കറിയില്ല ടിക്കെ. സുപ്രിയ, 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 സുപ്രിയ. Stop it! ഈ മുറിയിൽ മറ്റാരും കയറുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? Get out! എന്റെ കണ്ണാ, ആ ഹിറ്റ്ലർ ഡ്രാക്കുളയുടെ മുഖം എന്തിനാ നീ എന്നെ കാണിക്കുന്നേ? പ്രേതത്തിന് സ്വപ്നം കണ്ട ആർക്കെങ്കിലും ഓർക്കം വരുമോ? പേടി മാറാൻ ഞാൻ ഇനി നരസിംഹ മന്ത്രം ജപിക്കണം.
നരസിംഹമൂർത്തിം മന്ത്രം ഉഗ്രവീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യും മൃത്യും നമാമ്യഹം ഓം ഈശ്വരാ. അയ്യാ ഒരുത്തി കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടില്ലേ. ഭഗവാനെ എന്റെ ഒരു കഷ്ടകാലം. അയ്യടാ ആ ഡ്രാക്കുളയ്ക്ക് കല്യാണം കഴിക്കണം പോലും. എന്താ അയാളുടെ വിചാരം? വലിയ വീടും പണവും പത്രസും ഒക്കെ കണ്ട് പെൺകുട്ടികൾ ക്യൂ നിൽക്കുന്നു. ആരാ മണ്ട? ഇയാൾക്കൊന്നും ഒരു പെണ്ണിനെയും കിട്ടാൻ പോകുന്നില്ല. മൂത്ത് നരച്ച് വയസ്സായി വല്ല ലേഡീസ് ഹോസ്റ്റലിന്റെ മുന്നിൽ വീണ് ചാവത്തിയുള്ളൂ. ഒരു കാട്ടുകൂത്ത് വന്നിരിക്കുന്നു. അയ്യോ അങ്ങനെ വിളിച്ചാലേ പോത്തിന് തന്നെ നാണക്കേടാ. പോത്തൊക്കെ എത്രയോ ഡീസന്റ്. വെള്ളം തീർന്നോ? ചേച്ചി ആ ഹിറ്റ്ലറെ സ്വപ്നം കണ്ടു കാണും. ഈശ്വര കള്ളനാണോ? ഇവനെന്താ ഈ നേരത്ത്? ഹലോ ഹലോ അവിനാശ്. പ്രിയേ, ഞാൻ ഈ ജനലിനരികിലുണ്ട്. നീ തുറന്നേ. അയ്യോ ഈശ്വര ചേച്ചി. എന്റെ ദൈവമേ നീയോ? നീ വന്ന് ജനൽ തുറക്ക്. വേഗം വാ, എല്ലാവരും കാണും. വാ. നീ വന്ന് വാതിൽ തുറക്ക്. വാ 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 വാ. അവിനാശ് അവിനാശ് എന്റെ ദൈവമേ. അയ്യോ ചേച്ചി. എന്റെ ദൈവമേ. അവിടെ ആരുമില്ല. ഒരു കാര്യം പറയാണെന്ന് പറഞ്ഞില്ലേ? അവിടെ നിന്നോട്ടെ. ഒരു കാര്യം ചേച്ചി ഒന്ന് പോ. ഒന്ന് പോ. എങ്ങോട്ട് പോ? ഞാൻ നോക്കട്ടെ. അയ്യോ പോ. എന്റെ ദൈവമേ. അയ്യോ നീ ഞാൻ പറയട്ടെ. ചേച്ചി വരും. ചേച്ചി ഒന്നും വരാൻ പോകുന്നില്ല. ഞാൻ പറയട്ടെ. എന്റെ പൊന്നവരാശ് ചേച്ചി എങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല. ഞാൻ പറയട്ടെ. അയ്യോ ഈ പെണ്ണിത് അടയ്ക്കാതെയാണോ കിടന്നത്? നാട്ടിലാണെങ്കിൽ കള്ളന്മാരുടെ കാലോ. ഈശ്വര. ഡോ
കൊള്ളാം. നിന്നെ ഞാനിന്ന് പ്രിയേ, കള്ളൻ, ഇങ്ങ് വാ. അയ്യോ ചേച്ചി ചേച്ചി അടിക്കില്ലേ അടിക്കില്ലേ അച്ഛാ ഓടി വാ. അയ്യോ അച്ഛനെ വിളിക്കില്ലേ ഇതെന്റെ അവിനാശാ. പ്രിയ ഇവൻ ഞാനൊന്ന് പറഞ്ഞില്ലേ ചേച്ചി അവിനാശ്. നിനക്ക് ഇത്രയ്ക്ക് ബോധമില്ലേ പ്രിയേ? എന്ത് ധൈര്യത്തിലാ നീ ഈ രാത്രി ഇവനോട് വരാൻ പറഞ്ഞത്? അവിനാഷ്, നീ കാണിച്ചത് തെറ്റാ. അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം ഞങ്ങളുടേത്. ഈ അസമയത്ത് നീ ഇവളെ കാണാൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. പ്രേമിക്കുമ്പോ ആണുങ്ങൾ പല ഭ്രാന്തും കാണിക്കും. കാമുകിയെ കാണാൻ എന്ത് എടുത്തുചാട്ടവും നടത്തും. അവസാനം പിടിക്കപ്പെടുമ്പോ പെൺകുട്ടികൾ മാത്രമായിരിക്കും അപരാധിയും തെറ്റുകാരി. ഈ രാത്രി ഇവൻ ഇവിടെ വരാൻ അനുവദിച്ചത് ക്ഷമിക്കാനാവാത്ത തെറ്റ് തന്നെ പ്രിയ. ചേച്ചി, ഞാനൊന്ന് പറയട്ടെ. വേണ്ട അവിനാഷ്, അവിനാഷ് ഒന്നും പറയണ്ട. മുകളിലത്തെ മുറിയിലെ ഒരു അച്ഛനും അമ്മയും സമാധാനത്തോടെ കിടന്നുറങ്ങുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? പ്രായപൂർത്തിയായ മക്കള് ഇതുപോലൊരു തെറ്റ് ചെയ്യില്ല എന്നുള്ള വിശ്വാസമുണ്ട്. ചേച്ചി, അതിന് ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇന്ന് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് 1 വർഷം തികയുന്ന ദിവസം. അതിന് ഈ പാതിരാത്രി മുറി കയറി വരണമെന്നുണ്ടോ? ചേച്ചി, ഞാൻ പ്രിയയ്ക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മാത്രം വന്നാ. അല്ലാതെ മനഃപൂർവ്വം ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. പ്ലീസ് ചേച്ചി, ഞങ്ങളെ വിശ്വസിക്കണം. ഐ ആം റിയലി സോറി. ദാ, ഈ സമ്മാനം പ്രിയയ്ക്ക് നൽകിയിട്ട് ഞാൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് പൊക്കോളാം. മേലിൽ ഇത് ആവർത്തിക്കില്ല. ചേച്ചി പ്ലീസ്. കൊടുത്തിട്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്. വേണ്ട. ഇത് തെറ്റാ. ഒരു പുരുഷന് ഒരു പെൺകുട്ടിയുടെ വിരലിൽ മോതിരം അണിയിക്കുന്നതിനെ കുറിച്ച് നീ എന്താ ധരിച്ചു വെച്ചിരിക്കുന്ന പ്രിയ? ആണും പെണ്ണും മനസ്സുകൊണ്ട് തീരുമാനിക്കുമ്പോൾ മാത്രമല്ല, അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹത്തോടെയും പൂർണ്ണ സമ്മതത്തോടെയും നടത്തേണ്ട ചടങ്ങാണ് ഈ മോതിരം അണിയിക്കൽ. അതിങ്ങനെ പാതിരാത്രി കള്ളനെ പോലെ മതിൽ ചാടി വന്ന് ഇരുളിന്റെ മറവിൽ ചെയ്യേണ്ട ഒരു കർമ്മമല്ല. ചേച്ചി പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാ. ശരിയാ, എല്ലാവരുടെയും സമ്മതത്തോടെ ചെയ്യേണ്ട കർമ്മമായത്. തെറ്റായിപ്പോയി, സോറി. ഞാനിത് ഇവളുടെ കയ്യിലൊന്ന് കൊടുത്തോട്ടെ പ്ലീസ് ചേച്ചി. കൊടുത്തിട്ടൊന്ന് വേഗം സ്ഥലം വിടാൻ നോക്ക്. ഇവരെന്തായാലും നല്ല ജോഡി തന്നെയാ. മതി മതി, വേഗം പോയിക്കോ. പിന്നെ പ്രേമിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ കല്യാണത്തിന് മുന്നേ ഇങ്ങനെ മതില് ചാടി വന്ന് ഇവളുടെ റൂമിൽ കയറി വന്നത് തെറ്റ് തന്നെയാണ്. അപ്പോ കല്യാണം കഴിഞ്ഞിട്ട് മതില് ചാടാലോ? തമാശ ഒന്നും വേണ്ട. ഇത് രാത്രി പെൺകുട്ടികൾക്ക് മോശം പേര് വരാൻ അധികം നേരമൊന്നും വേണ്ട. പോ ശരി പ്ലീസ്. പ്രിയേ, പ്രിയ കഥ തുറന്നേ. ജ്യോതി, ജ്യോതി, പ്രിയേ, നിങ്ങളോടെ ജ്യോതി. ഈശ്വരാ, പ്രിയ കഥ തുറക്ക്. നീ പോയി കിടക്ക്. പ്രിയേ, പോ കിടക്ക്. വേഗം കിടക്ക്. എടി വാതിൽ തുറക്ക്. പ്രിയേ, പ്രിയേ, ജ്യോതി, എടി വാതിൽ തുറക്കാൻ.
എന്താടി ഇവിടെ ഒരു ബഹളം കേട്ടത്? അത് മമ്മിയുടെ പൂച്ച. ആ വലിയൊരു പൂച്ച. ഞാൻ അതിനെ ഓടിച്ചു വിട്ടു. പ്രിയേ, പ്രിയേ, എന്തിനാ അമ്മ അവിടെ ഇങ്ങനെ ബഹളം വെക്കുന്നേ? എന്താടി ഇവിടെ ബഹളം കേട്ടത്? അതൊരു പൂച്ചയാ. അത് നിനക്കെങ്ങനെ മനസ്സിലായി? നീ എപ്പോഴല്ലേ എഴുന്നേറ്റത്? ആ പൂച്ച എന്നും വരാറുണ്ട്. ഓർക്കത്തിൽ ഞാൻ എന്റെ ശബ്ദമൊക്കെ കേട്ടതാ. ദിവസവും ആ പൂച്ച വരുന്നുണ്ടോ? എന്റെ ഈശ്വരാ. എന്താടി ഒരു കള്ളത്തരം? ഏയ് ഒന്നുമില്ല. ഇതൊക്കെ തുറന്നിട്ടാ പൂച്ച മാത്രമല്ല അകത്ത് കയറുന്നേ. പോത്തുപോലെ കിടന്ന് ഉറങ്ങിക്കോളും. ഇന്നു മുതൽ രാത്രി ഞാൻ ഉറങ്ങത്തില്ല മമ്മി. ആ കണ്ടം പൂച്ച ഇനി ഈ മുറി വന്ന അതിന്റെ അന്ത്യമായിരിക്കും. ഉറങ്ങിക്കോ. ദൈവമേ, അമ്മ ഇപ്പൊ കണ്ടുപിടിക്കും. എവിടുന്ന ഈ മോതിരം? അമ്മ അത് ഞാനത് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാ മമ്മി. കഴിഞ്ഞ തവണ ഫാൻസി സ്റ്റോറിൽ പോയപ്പോഴേ ഞാൻ ഇവക്ക് വേണ്ടി വാങ്ങിച്ചതാ. അല്ലേ പ്രിയേ? ഇന്ന് അതെനിക്ക് കൊടുക്കാൻ പറ്റിയത്. അതിവള് നോക്കിയിട്ട് ഇവിടെ അങ്ങ് വച്ചു. കിടന്നുറങ്ങാൻ നോക്ക്. എന്റെ ദൈവമേ, രക്ഷപ്പെട്ടു. പോട്ടെ. വാ വേഗം വാ ഇങ്ങോട്ട്. ഈശ്വരാ, ഒന്ന് വേഗം പോ. ആറങ്ങോട്ടും എല്ലാം ഒപ്പിച്ചു വച്ചിട്ടു. താങ്ക് യു ചേച്ചി. എന്താ ചേച്ചി? എനിക്ക് വയറുവേദനിക്കുന്നു. ഞാൻ ടാബ്ലറ്റ് എടുക്കട്ടെ? ഇത് ടാബ്ലറ്റ് കൊണ്ടൊന്നും പോകത്തില്ല. കള്ളം പറഞ്ഞതിന്റെയാ. ഇനി സത്യം പറഞ്ഞാലേ ഈ വേദന മാറൂ. അയ്യോ, ചതിക്കല്ലേ ചേച്ചി. ഞാൻ ചതിക്കൊന്നുമില്ല, പക്ഷേ നീയും എന്നെ ചതിക്കരുത്. നീ പറഞ്ഞ പോലെ അവൻ നല്ലവനായിരിക്കും. എന്തായാലും ഉടനെ തന്നെ ഇത് അമ്മയോടും അച്ഛനോടും പറയണം. ഇപ്പൊ വേണേ ചേച്ചി. നീ ടെൻഷനൊന്നും ആവണ്ട. അതിനു മുമ്പ് എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. പിന്നെ ഇത് വേണോ വേണ്ടയോ എന്ന് ഞാൻ പറയും. നല്ലതാണെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞത് നടത്തിത്തരും. അതല്ല അവനിതൊരു കളി തമാശയാണെങ്കിൽ ഇതിവിടം വെച്ചങ്ങ് അവസാനിപ്പിച്ചേക്കണം. മനസ്സിലായല്ലോ? പോയി കേടാ.